ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദൈവ വിശ്വാസിയായ മോശയെ കുറിച്ചാണല്ലോ. മോശയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ മോശ ഒരു ഏക ദൈവ വിശ്വാസി ആയിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇവിടുത്തെ തൃത്വക്കാരെ പോലെ അവരെന്തായിരുന്നില്ല, 3 ദൈവങ്ങളെയും അല്ലെങ്കിൽ 3 പേരുള്ള ദൈവങ്ങളെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ത്രിയേകമാണെന്ന് പറയുന്ന ഒരു ദൈവത്തെ ആയിരുന്നില്ല മോശ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പല ദൈവദാസന്മാരും തൃത്വത്തിന്റെ വക്താക്കളാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ തൃത്വം എന്ന നാമത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ തൃത്വം എന്ന് പറയുന്ന പൈശാചിക സിദ്ധാന്തം ഇന്ന് ലോകത്ത് ഉടനീളം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം പിതാക്കന്മാർ, ഏടിയിലെ പിതാക്കന്മാർ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാക്കന്മാര് ദൈവിക ജ്ഞാനമോ അല്ലെങ്കിൽ ദൈവികമായ അറിവുകളോ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളോ ഇല്ലാത്ത പിതാക്കന്മാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തൃത്വം എന്നുള്ള ആ സംഗതി ദൈവവചനത്തിൽ പോലും ഇല്ലാത്ത സംഗതി ദൈവവചനത്തിനകത്ത് കുത്തി നിറച്ച് ജനത്തെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ നൂറ്റാണ്ടിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിക്കിയ പോലെയുള്ള വിശ്വാസങ്ങളിൽ തൃത്വം എന്ന സങ്കല്പം അടിച്ചു കയറ്റുകയും അതിനെ എന്ത് ചെയ്തു, കണ്ണിക്കാൻ കഴിയാതെ വണ്ണം തൃത്വം എന്ന സംഗതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ ലോകമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തെക്കാളും തൃത്വനാമത്തിനാണ് ഇവിടെ ഇന്നും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ദൈവമേകനാണ് എന്ന് മോശ പഠിപ്പിച്ചുവെങ്കിലും ആ പുതിയ നിയമത്തിലും ദൈവം ഏകനാണ് എന്നുള്ള കാര്യം എന്താണ് പൗലോസ് അപ്പോസ്തലനും വ്യക്തമാക്കുന്നു. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലനും രേഖപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ തൃത്വക്കാർ പറയുന്നു. കാരണം തൃത്വം എന്ന 3 പേരുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19 ഇങ്ങനെ എഴുതി, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിന്റെ 3 ടൈറ്റിലുകളെ കുറിച്ച്. ആ ടൈറ്റിലുകൾ കണ്ടപ്പോ ഇവരെല്ലാം വിചാരിച്ചത് എന്താണ്? ദൈവം 3 പേരാണ്. അവിടെ എഴുതിയിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്നാണ്. അത് ഏതാണ് നാമം? അത് കണ്ടെത്തുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പോകാൻ അവനെ സാധിക്കുകയുള്ളൂ. ആ നാമം കണ്ടെത്തി ആ നാമത്തിൽ സ്നാനപ്പെട്ട് ആ നാമത്തിൽ ജീവിക്കുന്ന, ആ നാമ വെളിപ്പാടുകളിൽ ജീവിക്കുന്നവനാണ് ദൈവത്തെ അറിയുന്നവൻ. ആ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഇവിടെ പല പ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും യേശു ക്രിസ്തുവിന്റെ നാമം എടുത്തിട്ട് തൃത്വക്കാരന്റെ കളി കളിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാലങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദൈവം 3 എന്ന് പറയുന്നവരെ സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ കാലങ്ങളിലൊക്കെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യുന്നു? അങ്ങനെ എന്തിനാണത് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് കോട്ടയത്ത് പ്രവർത്തിച്ചു വരുന്ന സ്വർഗീയ വിരുന്ന് പോലെയുള്ള ഈ ആരാധനാലയങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് സഞ്ചരിക്കുമ്പോൾ അവർ യേശുക്രിസ്തുവിന്റെ നാമം അധികമായിട്ട് പറഞ്ഞിട്ട് ദൈവം ആരാണെന്ന് ചോദിക്കും, ദൈവം തൃത്വമാണെന്നും 3 പേർ കൂടിയതാണെന്നും ഒക്കെ പഠിപ്പിച്ച് ആളുകളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ അറിയുക, യേശു ക്രിസ്തുവിന്റെ നാമത്തെ അറിയുക. കാരണം ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായി യേശു ക്രിസ്തുവിനെ അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകത്തുള്ളൂ? യഥാർത്ഥ പ്രത്യാശയും യഥാർത്ഥ അനുഗ്രഹവും സ്വർഗീയമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ ദൈവം തുറന്നു തരികയുള്ളൂ. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞു. അതെ,
അപ്പോൾ കർത്താവിലൂടെ പ്രവേശിക്കാതെ ഒരു രക്ഷയുമില്ല, അല്ലേ? യേശു കർത്താവിലൂടെ. കാരണം മറ്റൊരുത്തനും രക്ഷയില്ല എന്നാണ് പറയുന്നത്. മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇവിടുത്തെ തൃത്വക്കാർ പഠിപ്പിക്കുകയാണ്, തൃത്വത്തിലാണ് രക്ഷ എന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃത്വം മാത്രമാണ് രക്ഷാകമം, ത്രിയേക ദൈവമാണ്, അതുകൊണ്ട് തൃത്വത്തിലാണ് രക്ഷ മുഴുവൻ കിടക്കുന്നതെന്ന് അവർ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആളുകളെ എന്ത് ചെയ്യണ, ഇങ്ങനെ പ്രസംഗത്തിലൂടെ പിടിച്ചെടുക്കുവാൻ വേണ്ടി കവലകളിലും അല്ലെങ്കിൽ മറ്റു പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ വലിയ വേദികളിലും വലിയ സ്റ്റേജുകളിലും യേശു ക്രിസ്തുവാണ് വലിയവനെന്നും യേശു ക്രിസ്തു മുഖാന്തരമേ ഉള്ള രക്ഷ എന്ന് പഠിപ്പിക്കുകയും ദൈവം തൃത്വമാണെന്ന് പിന്നീട് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചൊഴിയേണ്ടതാണ് എന്നുള്ള കാര്യം ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവവചനം പറയുന്ന ഒരൊറ്റ നാമമേ ഉള്ളൂ വെടിപ്പിക്കുവാൻ, അത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. മോശ പഠിപ്പിച്ച അതേ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് മനുഷ്യനെ വിടുവിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തൃത്വസ്നേഹിതന്മാർ പറയുന്നത് പോലെ ഫാൻസി ഡ്രസ് ദൈവം ആടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട്. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിന്റെ കരത്തെ കുറിച്ച് ഈ പറയുന്ന തൃത്വക്കാർക്ക് ഒന്നും അറിയില്ല. കാരണം തൃത്വം എന്ന് പറയുന്നത് ഒരു സാധാന്യകം അല്ലെങ്കിൽ പൈശാചികമാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, പാഗൻ സിദ്ധാന്തമാണ്, ബാബിലോണിൽ നിന്ന് വന്നതാണ്. അതിനെ എപ്പോഴും കൈകളിൽ എടുത്തുകൊണ്ട് താലോലിക്കുന്ന തൃത്വക്കാരും എന്താണ്, ജനത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മോശ അങ്ങനെയൊന്നും പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല, അല്ലേ? നമ്മള് മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഈ വചനങ്ങളൊക്കെ അരുളി ചെയ്തു. എന്താണ്? 2-ാമത്തെ വാക്യത്തിൽ, അടിമവീടായ മിസ്രയീം ദേശത്തു നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. തൃത്വം പറയുന്നു 3 പേരുണ്ട്, അല്ലേ? തൃത്വത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു തൃത്വത്തിനകത്ത് 3 ദൈവങ്ങൾ വന്നാൽ കുഴപ്പമില്ല എന്ന്. അവർ ഏത് ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് അവരവരെ തന്നെ ശോധന ചെയ്യേണ്ട കാലം എത്രയോ അടുത്തിരിക്കുന്നു, അല്ലേ പ്രിയ സഹോദരങ്ങളെ? അതുകൊണ്ട് അവിടെ വളരെ വ്യക്തമായിരിക്കുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകാൻ പാടില്ല, അല്ലേ? തൃത്വം പറയുമ്പോ തൃത്വത്തിൽ എത്ര 3 ദൈവങ്ങളാണ്. പിതാവ് ഒരു ദൈവം, പുത്രൻ ഒരു ദൈവം, പരിശുദ്ധാത്മാവ് ഒരു ദൈവം. അപ്പൊ ഈ തൃത്വക്കാട്ടി പറഞ്ഞിട്ട് പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല തൃത്വം ഉദ്ദേശിക്കുന്നത്, തൃത്വത്തിലെല്ലാം ഒന്ന് തന്നെയാണ്. അല്ല, അവർ നിങ്ങളെ പറ്റിക്കുകയാണ്, അവർ നിങ്ങളെ കബളിപ്പിക്കുന്നു. 3 പേരുണ്ട്, 3 വ്യക്തിത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 3 വ്യക്തിത്വങ്ങൾക്ക് ദൈവത്വം കൊടുത്ത് അവരതിനെ പൂജിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്ത് മറന്നു പോകരുത്. കാരണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ടാണ് ആ നാമം ഏതാണ് എന്ന് കണ്ടെത്തുന്നവൻ എത്രയോ ഭാഗ്യവാൻ, അല്ലേ? മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, 3 പേരുണ്ട് എന്ന് ഒരു കാര്യം പറഞ്ഞില്ല. ഞാൻ യഹോവയായ, പഴയ നിയമത്തിൽ വീണ്ടെടുക്കുവാൻ യഹോവ എന്ന നാമം ഉപയോഗിച്ചു എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലും അതേ കാര്യം തന്നെ യേശു ക്രിസ്തു എന്ന നാമം, അല്ലെ? മത്തായി സുവിശേഷമൊക്കെ പഠിക്കുമ്പോൾ ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വേണ്ടതിന് അവൻ യേശു എന്ന പേരിടണം. അപ്പൊ യേശു എന്ന പേരിനൊരു അർത്ഥമുണ്ട്. അപ്പൊ യേശു എന്ന പേര് തള്ളിക്കളയുന്നതിലാണ് ഇന്നത്തെ പാസ്റ്റർമാരുടെയും അല്ലെങ്കിൽ ഇന്നത്തെ സഭയുടെ മേലാളന്മാരുടെ അല്ലെങ്കിൽ മേധാവിത്വം നടത്തുന്ന ആൾക്കാരുടെയൊക്കെ എന്താണ്, യേശുക്രിസ്തുവിന്റെ നാമത്തെ അങ്ങ് തള്ളിക്കളയുക. അതാണ് അവരുടെ രീതി, അതാണ് അവരുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം യേശുക്രിസ്തുവിന്റെ നാമം ഇപ്പൊ ആർക്കും വേണ്ട എന്നുള്ളതാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ നാമം തള്ളിക്കളഞ്ഞ് അവിടെ തൃത്വത്തിന്റെ നാമം സ്ഥാപിച്ച്, കാരണം യേശുക്രിസ്തുവിനെ തള്ളിക്കളയാണ്. യേശുക്രിസ്തു ഇല്ലാതെ ഒരു രക്ഷയും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊരുത്തരും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും?
മറ്റൊരുത്തൻ രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃത്വനാമത്തിലാണ് രക്ഷ എന്ന് പഠിപ്പിക്കുന്നവരുടെ പുറകെ നിങ്ങൾ പോകുമോ? പോകുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നരകത്തിന്റെ ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തു വെക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. അപ്പോസ്തലന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 2:38 വളരെ വ്യക്തമായിട്ട് ഓരോരുത്തരുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവേൻ എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പൊ പ്രവൃത്തികളുടെ പുസ്തകം വായിക്കണം, അല്ലെ? നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2:38 പാപങ്ങളുടെ മോചനത്തിനുള്ള സ്നാനമുള്ളത്. അത് പറയാൻ പോലും ഇന്നത്തെ ദൈവദാസന്മാർക്ക് മടിയാ. ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയാൻ ഭയങ്കര നാണക്കേടാണ്. യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോഴത്തന്നെ ഇവർക്ക് അലർജിയും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നും ജീവിച്ചു പോകുന്ന പ്രിയ സഹോദരങ്ങളെ. കാരണം യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോ ആ സ്ഥാനത്ത് പറയും ആ സ്നാനം. ഏതാ സ്നാനം? അത് പറയാൻ തന്നെ, അല്ലെങ്കിൽ അത് ഉച്ചരിക്കാൻ തന്നെ ഇന്നത്തെ ദൈവദാസന്മാർക്ക് നാണക്കേട്, ലജ്ജയുമാണ്. അപ്പൊ കാരണം എന്താ? ഇവരെല്ലാം പിശാചിന്റെ സന്തതികൾ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോ ഇവർക്ക് ഭയമുണ്ടാകുന്നു. തൃത്വം പറയുമ്പോഴാണ് ഇവർക്ക് ഇത്ര ധൈര്യവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഞാൻ തൃത്വനാമത്തിൽ, അല്ലെ, ഒരിക്കലൊരു പാസ്റ്റർ പറഞ്ഞ പോലെ, ഞാൻ ത്രിയേക നാമത്തിൽ മാത്രമേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. അങ്ങനെ വാശി പിടിക്കുന്ന ചില ദൈവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് എന്ത് ദൈവദാസന്മാരാണ്! തൃത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ബൈബിളിൽ യേശുക്രിസ്തുവാണ് മൂലക്കല്ലെന്ന് പറയുന്നത്. ആ കല്ലാകുന്ന കർത്താവിനെ മറന്നുകൊണ്ട് അവിടെ തൃത്വം കെട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ വളരെ കഠിനമായിരിക്കുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് ഈ കാലങ്ങളിൽ, അതെ, മത്തായിയുടെ സുവിശേഷം 28:19 വായിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അതെന്ത് ചെയ്തു? തൃത്വം എന്നൊരു പേരുണ്ടാക്കി അവിടെ. കാരണം ത്രിമൂർത്തികൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ച് പിതാക്കന്മാരിൽ നിന്നാണ് ഇത് ലഭിച്ചെന്ന്. പിതാക്കന്മാരിൽ നിന്നല്ല, പിതാക്കന്മാർക്ക് ഇത് ലഭിച്ചത് എവിടുന്ന? പാഗൻ മതങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ചതാണ് അവർക്കിത്. അവരെന്ത് ചെയ്തു? അതാണ് ദൈവമെന്ന് അവർ ചിന്തിച്ചു, അല്ലെ? ഓർഗിന്റെയും തെർത്തുല്യന്റെയും ഒക്കെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരൊക്കെ പല സ്ഥലങ്ങളിൽ വന്നവരാണ്. ദൈവവചനത്തിൽ നിന്ന് യാതൊരു വെളിപ്പാടും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരായിരുന്നു ഈ പറയുന്ന തൃത്വവും ത്രിയേകത്വവും ഒക്കെ ഉണ്ടാക്കി വെച്ചത്, അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവപരമായ ഒരു കാര്യമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കാരണം അതൊരു തൃത്വമായിരുന്നെങ്കിൽ നാമങ്ങൾ എന്ന് വന്നനേമായിരുന്നു. അവിടെ നാമങ്ങൾ എന്നില്ല. അതുകൊണ്ട് തന്നെയും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാമം ഏതാണെന്ന് മനസ്സിലാക്കണം. ആ നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ് എന്ന് അപ്പോസ്തലനായ പത്രോസ് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ടേ, അപ്പോസ്തലനായ പത്രോസ് 2:38 വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ഇത് യേശുക്രിസ്തുവിന്റെ നാമമാണ്, വേറെ ഒന്നുമല്ല എന്ന് തനിക്ക് വെളിപ്പാട് ലഭിച്ചു. യേശുക്രിസ്തു തന്നെ അവനെ ഓർപ്പിച്ചു, അല്ലെ? ആ പെന്തക്കോസ്ത് നാളിൽ ഈ പത്രോസിനെ ഓർപ്പിച്ചു യേശുക്രിസ്തു തന്നെ അവന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഓർപ്പിച്ചു, അല്ലെ? ദൈവം നമ്മോട് കൂടെ എന്ന് പേരുള്ള ഇമ്മാനുവേൽ. യേശുക്രിസ്തു എന്താ പറഞ്ഞേ? ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ നാഥൻ അതാ പത്രോസിന്റെ കൂടെ ഇരുന്ന് പറയുകയാണ്, എന്റെ നാമത്തിലാണ് സ്ഥാനം. അത് ലൂക്കോസ് എഴുതി വെച്ചിരിക്കുകയാണ്, അവന്റെ നാമത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, 24-ാം അധ്യായം 24-ാം അധ്യായം നമ്മൾ വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, പാപമോചനം ഏത് നാമത്തിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നമുക്ക് കാണുവാനായിട്ട്
സാധിക്കുന്നു. 47 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവന്റെ നാമത്തിൽ, അതായത് 24 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ. അവന്റെ നാമത്തിൽ, ആരുടെ നാമത്തിൽ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇവിടുത്തെ കള്ളപ്രവാചകന്മാരും തിയോളജിസ്റ്റുകളും വിളിച്ചു പറയുകയാണ്, തൃത്വനാമത്തിലാണ് മാനസാന്തരവും പാപമോചനവും നടക്കുന്നതെന്ന്. അങ്ങനെ ഒരു കാര്യം ദൈവവചനം പറയുന്നില്ല. പറയാത്ത കാര്യം കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നതാണ് ഈ കാലങ്ങളിൽ നമ്മൾ കാണുവാൻ കഴിയുന്നു. അവന്റെ നാമത്തിൽ എന്താണ്? മാനസാന്തരം. ആരുടെ നാമത്തിൽ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലേ? വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവിടെ 46 വാക്യത്തിൽ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും, അല്ലെ? ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. എങ്ങനെയാണ് കഷ്ടം അനുഭവിച്ചത്? നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ക്രൂശിൽ പിടഞ്ഞ് കഷ്ടം അനുഭവിച്ചു. അവന്റെ നാമത്തിലാണ് മാനസാന്തരവും പാപമോചനവും നടക്കുന്നതെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ മത്തായിയിൽ പറഞ്ഞിരിക്കുന്നത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ എടുത്ത് തൃത്വവും എന്താണ് 3 ദൈവങ്ങളുമാക്കി വെച്ചിരിക്കുന്ന ഇവിടുത്തെ തിയോളജിസ്റ്റുകളെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അവരെന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം. ദൈവവചനത്തിന് വിരുദ്ധമായുള്ള പഠിപ്പീരുകളാണ് അവരിൽ നമ്മൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ്, അല്ലെ? അപ്പോസ്തല പ്രവൃത്തികളിൽ വളരെ വ്യക്തമായിട്ട് മാനസാന്തരവും പാപമോചനവും ആരുടെ നാമത്തിലാണെന്ന് വളരെ വ്യക്തമായിട്ട് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. വേറൊരുത്തൻ രക്ഷയില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ 4-ാം അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ഒരേ ഒരു നാമത്തിലെ രക്ഷയുള്ളൂ, തൃത്വനാമമല്ല. തൃത്വനാമം പറയുന്നവരാരാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു കൊള്ളണം. യോഹന്നാൻ സ്ഥാപകൻ വിളിച്ചത് എന്താണ്? സർപ്പസന്തതികളെ എന്നാണ്. കാരണം വരുവാനുള്ളവൻ. അപ്പോ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു പുറകെ വരുന്നവനാണ്. ആരുടെ? യോഹന്നാന്റെ പുറകെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതിന്റെ പുറകെ വരുന്നവന് ചെരുപ്പിന് വാറഴിക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ യോഹന്നാൻ. അപ്പോൾ വന്നതാരാണ്? സാക്ഷാൽ ദൈവം ജഡത്തിൽ വെളിപ്പെടുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത്രയോളം യോഹന്നാൻ സ്ഥാപകൻ താന്നു എന്നുള്ളതാണ്. കാരണം അവന്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമം ഉപേക്ഷിക്കുന്ന ആൾക്കാര് വളരെ കൂടുതലാണ്. കാരണം അതിന് തന്നെ ഒരു പഠനം തന്നെ ഉണ്ടായിരിക്കുകയാണ്, യേശുനാമക്കാർ. അപ്പൊ യേശുനാമക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു പഠന ശൈലി പോലും ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ നാമത്തിലല്ലാതെ വേറെ ഒരു നാമത്തിനും രക്ഷയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ. മോശ പഠിപ്പിച്ചതും ഇത് തന്നെയാണ്, അല്ലെ? നഥാനിയേലിനെ കണ്ടപ്പോ എന്താ പറഞ്ഞത്? നഥാനിയേല് ഫിലിപ്പോസിനെ കണ്ടപ്പോ, അല്ലെങ്കിൽ ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടിരിക്കുന്നു. ആരാണ്? യേശുക്രിസ്തു തന്നെയാണ്. ആ യഹോവയായ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായിരുന്നു യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തൃത്വ പണ്ഡിതന്മാർ തലകുലുക്കും. കാരണം വെറും പുത്രനാണ്. ഇപ്പൊ ചില ആളുകൾ പറയുന്ന പുത്രൻ ഇല്ലാത്ത വിശ്വാസമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. പക്ഷെ അവർക്കൊന്നും എന്താണ് യഥാർത്ഥമായ വെളിപ്പാടുകൾ ഉണ്ടാകുന്നില്ല. യഥാർത്ഥ വെളിപ്പാട് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? 2:38 അപ്പോസ്തലനായ പത്രോസ് പഠിപ്പിച്ചതുപോലെ എങ്ങനെയായിരിക്കണം? അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പറയുന്നത് പോലെ എന്താണ് 38 പറയുന്നത്? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആരുടെ നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്.
അല്ലാതെ തൃത്വനാമത്തിലല്ല സ്ഥാനമേൽക്കേണ്ടത്. തൃത്വനാമത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ് 28:19 എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഈ പറയുന്ന 19 പത്രോസിനെ പഠിപ്പിച്ച് യേശു ക്രിസ്തു അല്ലേ എന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി ഈ സഹോദരങ്ങൾക്കുണ്ടോ? ഈ തൃത്വം പറയുന്ന സഹോദരങ്ങൾക്കുണ്ടോ? ആ സഹോദരന്മാർ രക്ഷപ്പെടാൻ വേണ്ടി പറയാണ് 28:19 യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ്. പക്ഷെ പത്രോസിനെ ഇനി ആരാ പഠിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഉത്തരവുമില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസിനെ പിന്നെ 2:38 ആരാ പഠിപ്പിച്ചത്? കാരണം കർത്താവിന്റെ നാമത്തിൽ ലൂക്കോസിനെ ആരാ പഠിപ്പിച്ചത്? അല്ലെ, പാപമോചനം അവന്റെ നാമത്തിലാണ് പാപമോചനം എന്ന് ലൂക്കോസിനെ പഠിപ്പിച്ചത് ആരാണ്? യേശു ക്രിസ്തുവാണ്. അല്ലാതെ ആരാണ് പഠിപ്പിക്കേണ്ടത്? ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഇമ്മാനുവേൽ എന്ന പേര് അവൻ ഇടണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് പ്രിയ സഹോദരങ്ങളെ? അപ്പൊ ആ അർത്ഥം മനസ്സിലാക്കണം. ആ അർത്ഥം മനസ്സിലാക്കാത്തോടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല? യാതൊരുവിധ വിടുതലും നിങ്ങൾക്കുണ്ടാകുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 38-ാമത്തെ വാക്യത്തിൽ 37-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ട് 36-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ശ്രദ്ധിക്കുകയാണ്, കാണാം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെ നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ. അല്ലെ, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ കർത്താവും ക്രിസ്തുവാക്കി വെച്ചിരിക്കുന്നു. അതൊക്കെ പറയുമ്പോഴത്തേക്കും തൃത്വക്കാർ പറയുന്ന ആക്കി വെച്ചിരിക്കുന്ന വേറെ ആരോ ഒരാളുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പാകൻ ദൈവം വരുന്നതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അവരുടെ ചിന്ത അതാണ്. അല്ലെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറയുന്നതല്ല ഇവർക്ക് പ്രാധാന്യം ഇവർ കൊടുക്കുന്നത്. ഇവരുടെ മറ്റെന്തൊക്കെയാണ്. കാരണം വേറൊരാൾ ഇതിന് മുകളിലുണ്ട് എന്നുള്ള കാര്യമാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ പിതാവ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോ അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പിതാവ് എന്ന് പറഞ്ഞത്. അതുപോലും മനസ്സിലാക്കുവാൻ ഈ തൃത്തക്കാർക്ക് യാതൊരുവിധ അറിവുകളും അവർക്ക് ലഭിക്കുന്നില്ല. ഇവർക്കൊക്കെ ഏത് ആത്മാവാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത്? അല്ലെ, രോഗസൗഖ്യം വരുമ്പോ യേശു ക്രിസ്തുവിന്റെ നാമം ഇവർക്ക് വേണം. അത്ഭുതങ്ങൾ കാണിക്കാൻ യേശു ക്രിസ്തുവിന്റെ നാമം വേണം. ദൈവം ആരാന്ന് ചോദിക്കുമ്പോൾ പറയും തൃത്വമാണെന്നും ത്രിയേകമാണെന്നും പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമം എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? രോഗികൾ സൗഖ്യമാകുമ്പോഴും ആ ഭൂതശാന്തി നടക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ അത്ഭുതങ്ങൾ നടക്കാനും ഒക്കെ യേശു ക്രിസ്തു മതി. വേറൊന്നിനും യേശു ക്രിസ്തുവിന് വേണ്ട. അല്ലെ, വേറെ ഒന്നിനും യേശുക്രിസ്തു വേണ്ട. ബാക്കിയെല്ലാം കഴിയുമ്പോൾ തൃത്വത്തിലെ മൂന്നാമൻ പ്രവർത്തിച്ചു തുടങ്ങി. ചില ദേവദാസന്മാരുടെ വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ തൃത്വത്തിലെ മൂന്നാമൻ പ്രവർത്തിച്ചു തുടങ്ങി, തൃത്വത്തിലെ രണ്ടാമൻ പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ഈ തൃത്വത്തിലെ രണ്ടും മൂന്നുമെന്നൊന്നും ഒരിടത്തും എഴുതിയിട്ടില്ല. ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി ആര് പഠിപ്പിച്ചാൽ അപ്പോസ്തലന്മാർ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. സ്വർഗത്തിൽ ദൂതൻ വന്ന് നിങ്ങളോട് പറഞ്ഞാലും എന്താണ്? അവൻ ശപിക്കപ്പെട്ടവനാണ്. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് വളരെ വിപരീതമായിട്ടാണ് ഇന്നത്തെ തൃത്വ സ്നേഹിതരെന്ന് പറയുന്ന ആൾക്കാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിലെല്ലാം ഒരേ ആത്മാവാണ്. തൃത്വം പറയുന്നവരിലെല്ലാം ഒരേ ആത്മാവാണ്. അവർക്ക് പാപമോചനം ലഭിച്ചിട്ടില്ല. തൃത്വസ്നാനം നടത്തുന്ന ഒരാൾക്കും പാപമോചനം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണ്. നമ്മൾ എവിടെ തർക്കിച്ചെന്ന് പറഞ്ഞാലും പത്രോസ് പറഞ്ഞതുപോലെ ചെയ്തില്ല എങ്കിൽ യാതൊരു വിധ പാപമോചനവും നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അല്ലെ, ഒരിക്കലും കിട്ടത്തില്ല. അത് തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവമാകുന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ തൃത്വസ്നേഹിതന്മാർ പറയുന്ന തൃത്വത്തിലാണ് രക്ഷ മുഴുവൻ ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. മറ്റൊരുത്തരിൽ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. അല്ലേ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. എന്താണ്? അല്ലെ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. കാരണം ത്രിമൂർത്തിയല്ല നമ്മുടെ ദൈവം. അത് കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ദൈവം ഒരിക്കലും ത്രിമൂർത്തിയല്ല, ത്രിമൂർത്തി സങ്കല്പമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഏകനാണ്. അതുകൊണ്ടാണ് ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവം ഏകനാണ് എന്ന് മോശ വിളിച്ചു പറഞ്ഞത്.
ഇസ്രായേലിനോട് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി പറഞ്ഞത് ദൈവമേകനാണ്, തൃത്വമാണെന്നല്ല പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൃത്വമാണെന്ന് ഒരിക്കലും മോശ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. 3 പേരുണ്ടെന്ന് മോശ പറഞ്ഞില്ല. ഇന്നത്തെ തൃത്വ പണ്ഡിതന്മാർ പറയും 3 പേരുണ്ടെന്ന്, അല്ലെ? പൗലോസ് അപ്പോസ്തലൻ 3 പേരുണ്ടെന്ന് പഠിപ്പിച്ചു എന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പോ ഇപ്പോ യേശു ക്രിസ്തുവിനെ ദൈവമാക്കണം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വേറൊരു ദൈവം, പിതാവ് വേറൊരു ദൈവം. അങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു നാമമുണ്ട്, അല്ലെ? നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ തന്നെയാണെങ്കിലും, നമ്മുടെ പിതാവാണെങ്കിലും പുത്രനാണെങ്കിലും അതിന് ഒരു നാമമുണ്ട്, ഒരു പേരുണ്ട്. കാരണം പിതാവ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. ആ ടൈറ്റിലിനെയാണ് എടുത്തു വെച്ച് 3 ദൈവങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന തൃത്വ സ്നേഹിതരെ, നിങ്ങൾ ഇത് എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ നരകത്തിന്റെ ഡോറുകൾ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങളെ വിശ്വസിക്കുന്നവരും നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്നവരും നിങ്ങളുടെ വചനം കേൾക്കുന്നവരും പോകുന്നത് നരകത്തിൽ. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ നരകത്തിലേക്ക് പോകുകയുള്ളൂ എന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോ ദൈവവചനം ശക്തമായി പറയുന്നു നമ്മുടെ ദൈവം ഏകനാണെന്ന് തന്നെയാണ്. ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ മറന്നുകൊണ്ട് ഒരു പ്രവൃത്തിയും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? കാരണം നിങ്ങൾ തൃത്വനാമത്തിലാണ് സ്നാനപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ നരകത്തിൽ തള്ളിയിടും. യാതൊരു സംശയവുമില്ല. പത്രോസ് പറഞ്ഞതാണ് സത്യപരമായ കാര്യം, അല്ലേ? പത്രോസ് വെറുതെ പറഞ്ഞതല്ല, പത്രോസ് ഒരു പ്രൗഢിക്ക് വേണ്ടി പറഞ്ഞതല്ല. യേശു ക്രിസ്തുവിന്റെ നാമം അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില തൃത്വ സഹോദരന്മാരുണ്ട്. കാരണം തൃത്വം വിടാനായിട്ട് പറ്റുന്നില്ല, അല്ലെ? നമ്മള് ഫറവോന്റെ കാര്യം പറഞ്ഞതുപോലെ ഹൃദയം ഇങ്ങനെ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. യേശു ക്രിസ്തുവിന്റെ നാമം പറയുമ്പോഴത്തേക്കും പല്ലുകടിയും കരച്ചിലും ഒക്കെ അവർക്ക്. കാരണം അയ്യോ പല്ലുകടി, പുച്ഛിക്കല്, അയ്യോ അവൻ യേശുനാമക്കാരനാണ്, അവന് ഇവിടെ കേട്ട് നമ്മുടെ ഇടയിൽ പറ്റത്തില്ലാത്തവനാണ്, അല്ലെ? യേശു ക്രിസ്തുവിന്റെ നാമം വേണ്ട എന്നുള്ളതാണ് തൃത്വക്കാരുടെ പറച്ചിലെന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമം എവിടെയും എടുത്തിട്ടാലും പറയും വേണ്ട, ഇവിടെ ആ നാമം പറ്റുകയില്ല. അവരുടെ ദൈവം എന്താണ്? ത്രിയേകനാണ്, തൃത്വമായ ദൈവമാണ്. അതൊരു പൈശാചിക സിദ്ധാന്തമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നില്ല. കാരണം എന്താ? ഇതെല്ലാം നരകത്തിലേക്കുള്ള വഴിയും വാതിലും തുറന്നു കിടക്കുകയാണ് ഇവർക്ക് മുമ്പിൽ. അതുകൊണ്ട് തന്നെയും ഇവർക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഇവർക്ക് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് കേട്ട് അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എപ്പോഴവർക്ക് കുത്തുകൊണ്ടത്? ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. നമുക്ക് ഏക കർത്താവേ ഉള്ളൂ. 2 കർത്താവുണ്ടോ? ഇല്ല. നമുക്ക് ഒരു കർത്താവേ ഉള്ളൂ. ദൈവമോ ഒരുവൻ. നമുക്ക് ഒരു സ്നാനമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏതിലാണ് വിശ്വസിച്ചിരിക്കുന്നത്? നിങ്ങളെ തന്നെ ഈ രാത്രിയിൽ നിങ്ങൾ ശോധന ചെയ്യേണ്ട സമയം എത്രയോ അടുത്തിരിക്കുന്നു. വചനം ശക്തമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി ആര് നിൽക്കും? അല്ലെ? യേശു കർത്താവിന് വേണ്ടി നിൽക്കുന്ന എത്ര പേരുണ്ട് എന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ ആരെങ്കിലും കർത്താവിന്റെ ആഗ്രഹത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ? ഇന്ന് കൊടുക്കത്തില്ല. നിങ്ങൾക്ക് തൃത്വമാണ് വലുത്. കർത്താവിന്റെ ആഗ്രഹത്തിനല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, തൃത്വത്തിന്റെ ആഗ്രഹത്തിനാണ്. തൃത്വം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബാബിലോണ്യമാണത്, ത്രിമൂർത്തി സങ്കല്പമാണ്. മോശ പഠിപ്പിച്ചില്ല, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചില്ല. അത് നമ്മൾ എടുക്കുന്നത് ശാപത്തിലേക്കാണ്. നരകത്തിലേക്കുള്ള വാതിൽ നമ്മുടെ മുമ്പിൽ
തുറന്നു കിടക്കുകയാണ്. തൃത്വം നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ തൃത്വത്തിന്റെ കീഴിലാണ് നിങ്ങൾ സ്നാനപ്പെട്ട വിശ്വാസിയെ, നിങ്ങൾ ഇപ്പോഴെവിടെയാണ്? നരകത്തിലേക്കുള്ള ട്രാവലിങ്ങിലാണ്. നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങൾ ഇന്ന് എവിടെ ഇരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. അല്ലെ? യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൃത്വനാമത്തിലല്ല അവർക്ക് കുത്തുകൊണ്ടത്, യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞപ്പോൾ, യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞപ്പോൾ അവർക്ക് കുത്തുകൊണ്ടു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആ നാമത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. ആ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ നാമത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ആ നാമമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആ നാമത്തിലാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. ആ നാമത്തിലാണ് പാപങ്ങളുടെ മോചനം ഉണ്ടാകുന്നത്. അല്ലേ? ആ നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടത്. അല്ല, തൃത്വനാമത്തിലല്ല. ഇവിടുന്നോ വന്ന ദൈവവചനത്തിലില്ലാത്ത കാര്യം കൂട്ടിച്ചേർത്ത് വെച്ച്, അല്ലെ, ടൈറ്റിലുകളെ കൂട്ടി വെച്ചിട്ട് അത് തൃത്വമാണെന്ന് പഠിപ്പിക്കുന്ന പൈശാചികമായ ചിന്ത മാത്രമാണ് തൃത്വം. ആ തൃത്വം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സാത്താനെ നമ്മുടെ ഇടയിൽ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ കഷ്ടമായിരിക്കും. നമ്മുടെ നരകത്തിലേക്കുള്ള ഡോറുകൾ തുറക്കപ്പെടും എന്നുള്ള കാര്യം മറന്നു പോകരുത്. എല്ലാ സകല നാമത്തിലും മേലായ നാമം ഏതാണ്? തൃത്വനാമമല്ല, യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിലാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. നിങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ആരുടെ നാമത്തിൽ വിശ്വസിക്കണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. അല്ലേ? സ്നാനമേൽക്കണം. വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മളായി തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് പത്രോസ് എഴുതിയിരിക്കുകയാണ്. മാനസാന്തരപ്പെടാനും ആകെയുള്ള ഒരു നാമം അതേ ഉള്ളൂ. പാപങ്ങളുടെ മോചനത്തിനായിട്ട് ആ ഒരു നാമമേ ഉള്ളൂ. അല്ലേ? സ്നാനം ഏൽക്കേണ്ടതും ആ നാമത്തിലാണ്. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കണമെങ്കിലും ആ നാമം തന്നെ വേണം. വേറൊരു നാമത്തിലും നടക്കത്തില്ല, വേറൊരു നാമത്തിലും തുറക്കത്തില്ല. തൃത്വനാമത്തിൽ ഒരു കാരണം വെച്ചാലും സ്വർഗരാജ്യമോ നമുക്കുള്ള പരിശുദ്ധാത്മാ വരങ്ങളോ തുറക്കത്തില്ല. ഇന്നത്തെ പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരാണ്. അവർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അവർ തുറക്കുന്നത് തൃത്വനാമത്തിലാണ്. തൃത്വനാമത്തിൽ തുറന്നാൽ ഒരത്ഭുതവും നടക്കത്തില്ല. മോശ ചെയ്തത് ഏതാണ്? യഹോവയുടെ നാമത്തിലാണ്. അവൻ ചെയ്തതെല്ലാം യഹോവയുടെ നാമത്തിലാണ്, അല്ല തൃത്വനാമത്തിലല്ല എന്നുള്ള കാര്യം ഈ രാത്രിയിൽ ഞാൻ ഉറപ്പിച്ചു കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ. അല്ലെ? അപ്പോ ഒരിക്കൽ തൃത്വനാമത്തിൽ ഒന്ന് തുറന്നു വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോഷ്കായ ചിന്ത മാത്രമാണ്. ആ ഒരു ചിന്തയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? വഴങ്ങിക്കൊടുക്കരുത്. വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും? നരകത്തിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മാനസാന്തരപ്പെടുക. പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. തൃത്വനാമത്തിലല്ല നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുന്നത്. അല്ലേ? ലൂക്കോസും പത്രോസും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെയാ. മത്തായിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? നാമങ്ങൾ എന്നല്ല. അത് വ്യക്തികളായിരുന്നെങ്കിൽ നാമങ്ങൾ എന്ന് പറഞ്ഞേനേമായിരുന്നു. പല ആളുകളും ഇന്ന് വ്യക്തികളിലാണ് വിശ്വസിക്കുന്നത്. ആ വ്യക്തികളല്ല അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, നാമങ്ങളെന്ന് തന്നെയാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഈ കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ ഈ തലത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായത്തിലായിരുന്നു നമ്മൾ വായിച്ചു കൊണ്ടിരുന്ന എന്താണ്? ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫറവോന്റെ കാഴ്ച. അല്ലെ? ഇന്നത്തെ തൃത്വക്കാരുടെയും കാര്യം അത് തന്നെയാണ്. ഇങ്ങനെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ തന്നെ അവർ തൃത്വമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹൃദയം അവർ ഫറവോനെ പോലെ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയും എന്താണ് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്നവരായി
ജീവിക്കുവാൻ ഓരോരുത്തർക്കും കഴിഞ്ഞാൽ അതൊരു വിജയമാകും എന്നുള്ള കാര്യം ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം എന്നുള്ള കാര്യം പത്രോസ് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അല്ലെ. ഗലാത്യരുടെ ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. 1-ാം അധ്യായം, ഗലാത്യരുടെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിലിരുന്ന്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നു. അതേതാണ് ഈ വേറൊരു സുവിശേഷം? തൃത്വമാണ് വേറൊരു സുവിശേഷം എന്ന് പറയുന്നത്. അപ്പൊ തൃത്വം എന്ന സുവിശേഷത്തിലേക്ക് മറയുന്നവർ പറയുകയാണ്, അവർ നിങ്ങളെ കലക്കിയതാണ്. ഈ കർത്താവിന്റെ ആത്മാവ് പറയുന്നത് എന്താണ്? നിങ്ങളെ കലക്കിയിരിക്കുന്നു. എന്താണ്? തൃത്വം പറഞ്ഞ് നിങ്ങളെ കലക്കിയിരിക്കുന്നു. കാരണം നിങ്ങൾ നരകത്തിലേ പോകുകയുള്ളൂ എന്ന് അവർ നിങ്ങളെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. തൃത്വം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ. വളരെ വ്യക്തമായി കർത്താവിന്റെ നാമത്തിലുള്ള സുവിശേഷം നിങ്ങളുടെ മുമ്പിൽ അവർ അടച്ചു. എങ്ങനെ? തൃത്വം പറഞ്ഞ് അവർ അടച്ചു എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളത് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിലെ ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ എന്താണ്? അപ്പോസ്തലരുടെ പ്രവൃത്തികൾ 2:38 ഏത് നാമത്തെ കുറിച്ചാണ് പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു അല്ലെ. അവിടെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഓ, മറ്റൊരുത്തനിലും എന്തില്ല? രക്ഷയില്ല. രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ അല്ലെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. കാരണം നിങ്ങളെ അവർ മറിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം പറയാതെ അതിനെ മറച്ചു കളഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന നാമത്തെ അവർ മറച്ചിരിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ആ നാമത്തെ പുറത്തു കൊണ്ടുവരാതെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കണ്ണുകളെ അവർ മൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഗലാത്യരുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ഇതാണ് അല്ലെ. ഗലാത്യരുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് അല്ലേ, ക്രിസ്തുവിന്റെ കൃപയാൽ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആശ്ചര്യപ്പെടുന്നു. എന്താണ്? നിങ്ങളെ തൃത്വമെന്ന ആ സിദ്ധാന്തത്തിന് അടിമകളാക്കിയ കള്ളപ്രവാചകന്മാർ. അപ്പൊ ആ കള്ളപ്രവാചകന്മാർ എന്ത് ചെയ്തു? നിങ്ങളുടെ സ്വർഗരാജ്യത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നു. തൃത്വം എന്ന നാമം കെട്ടിവെച്ച് നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയെ അവർ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതാണ് മറ്റൊരു സുവിശേഷമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യഥാർത്ഥ സുവിശേഷം, ക്രിസ്തുവിലുള്ള സുവിശേഷം, ക്രിസ്തുവിലുള്ള സ്നാനം, ക്രിസ്തുവിലുള്ള രക്ഷ, അത് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു പോകുവാൻ ഈ ദൈവജനത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വചന പരമ്പര അവസാനിപ്പിക്കുകയാണ്. വചനം കേട്ട അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്.
ആ പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല. തൃത്വത്തെക്കാൾ വലിയ നാമം അങ്ങയുടെ നാമമാണ്, യേശു കർത്താവിന്റെ നാമമാണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന തൃത്വം വെറും പൈശാചിക സിദ്ധാന്തം മാത്രമാണെന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന കർത്താവേ, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ ആ തൃത്വത്തെ മറന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ അനേകർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ, യേശു ക്രിസ്തുവിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ, ആ സൗജന്യ രക്ഷയിലേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുന്ന സ്തോത്രം കർത്താവേ. അതുപോലെ ഞങ്ങൾ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. പ്രാർത്ഥന കർത്താവ് കേട്ടനായ സ്തോത്രം. മാനവ മഹത്വ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സ്തോത്രം.